ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 4 പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച വാദം കേൾക്കാനായി മാറ്റി. ഇതേ കേസിലെ മറ്റു പ്രതികളുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. ഈ സാഹചര്യത്തിലാണ് ജാമ്യാപേക്ഷ ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിക്കാൻ മാറ്റിയത്. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എല്ലാം ഒരുമിച്ച് പരിഗണിക്കും അല്ലേ? റോഷ്നി, അങ്ങതാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ഈ കേസിലാകെ 26 പ്രതികളുണ്ട്. അതിൽ 7 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് നിലവിൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ളത്. ഈ ജാമ്യാപേക്ഷകളിൽ ഇന്ന് സംസ്ഥാന സർക്കാർ മറുപടി നൽകേണ്ടതും വാദം കേൾക്കേണ്ടതുമായിരുന്നു. പക്ഷേ 4 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ വെച്ചത്. മാത്രമല്ല, തിങ്കളാഴ്ച മറ്റ് 3 പ്രതികളുടെ ജാമ്യാപേക്ഷയും പരിഗണനയ്ക്കായി വരികയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സി റഷീദ് ഈ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണമെന്ന ആവശ്യം ഉയർത്തിയത്. സ്വാഭാവികമായും ഹൈക്കോടതി ഇത് അംഗീകരിക്കുകയായിരുന്നു. കാരണം ഒരു കേസ് സമാന സ്വഭാവമുള്ള വാദങ്ങൾ, മാത്രമല്ല 7 പ്രതികളുടെ ആവശ്യം ജാമ്യാപേക്ഷയുമാണ്. ജാമ്യം ലഭിക്കുക എന്നുള്ളതുമാണ്. ഈ സാഹചര്യത്തിലാണ് ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ വേണ്ടി മാറ്റിയത്. തിങ്കളാഴ്ച ഹൈക്കോടതി വാദം കേൾക്കുകയും ചെയ്യും. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.